ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ടീച്ചറിൻ്റെ പ്രിയപ്പെട്ട മക്കൾക്ക് എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ? സുഖമാണല്ലേ? നമ്മൾ എന്താ കഴിഞ്ഞ ആഴ്ച പഠിച്ചത് ഓർക്കുന്നുണ്ടോ? നമ്മൾ 15-ാമത്തെ പാഠത്തിൻ്റെ നമ്മുടെ പാഠപുസ്തകത്തിലെ അവസാന പാഠത്തിൻ്റെ പകുതി ഭാഗം നമ്മൾ പഠിച്ചു അല്ലേ? അഷ്ടസൗഭാഗ്യങ്ങളെക്കുറിച്ചാണ് നമ്മൾ പഠിച്ചത് അല്ലേ? സുവിശേഷ ഭാഗ്യങ്ങളെക്കുറിച്ച്. നമുക്ക് ഇന്ന് അതിൻ്റെ ബാക്കി ഭാഗം പഠിക്കണം അല്ലേ? ക്രിസ്തു ശിഷ്യൻ, യഥാർത്ഥ ക്രിസ്തു ശിഷ്യൻ എങ്ങനെയായിരിക്കണം, എങ്ങനെയുള്ളവനായിരിക്കണം എന്നൊക്കെ നമുക്ക് പഠിക്കണം വേണ്ടേ? അപ്പോൾ പഠിക്കാം. അതിനു മുമ്പ് നമുക്ക് പ്രാർത്ഥിക്കണ്ടേ? എല്ലാവരും ഒന്ന് എഴുന്നേറ്റ് നിന്ന് കൈകൂപ്പി കണ്ണടച്ച് നിൽക്കാം അല്ലേ? കർത്താവായ ഈശോയെ, ഇന്നത്തെ ഈ ദിവസം അങ്ങയുടെ വചനം പഠിക്കാനായി ഞങ്ങളെ അനുവദിക്കുന്ന വലിയ കൃപയോർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. നല്ല ഈശോയെ, എല്ലാ ജീവിത സാഹചര്യങ്ങളും അങ്ങ് ഞങ്ങൾക്ക് നൽകുന്നു. നല്ല മാതാപിതാക്കളെയും നല്ല ജീവിത സാഹചര്യങ്ങളെയും നല്ല അധ്യാപകരെയും എല്ലാം നൽകുന്ന വലിയ കൃപയോർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. നല്ല ഈശോയെ, അങ്ങ് നൽകിയ എല്ലാ നന്മകൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഓരോ നിമിഷങ്ങളിലും അങ്ങയുടെ കാരുണ്യത്തിന് നന്ദി പറഞ്ഞ് നല്ല മക്കളായി ജീവിക്കുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും സഹായിക്കണമേ. പരിശുദ്ധി അമ്മേ മാതാവേ, അമ്മയുടെ മാധ്യസ്ഥം ഞങ്ങൾ അപേക്ഷിക്കുന്നു. സകല വിശുദ്ധരെ ഞങ്ങളെ സഹായിക്കണമേ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവേശ്വര എന്നേക്കും ആമേൻ. ഇരുന്നോളൂ കേട്ടോ. എന്തൊക്കെയാ പഠിച്ചത്? ടീച്ചർ പറഞ്ഞായിരുന്നു എന്താണ് സുവിശേഷ ഭാഗ്യങ്ങളൊക്കെ പഠിക്കണമെന്ന്. പഠിച്ചോ? എല്ലാവരും നോട്ട്ബുക്കിൽ എഴുതി വെക്കണമെന്ന് പറഞ്ഞായിരുന്നു. എഴുതി വെച്ചോ? എഴുതി വെച്ചു അല്ലേ? എഴുതി വെച്ച് മിടുക്കരായിട്ട് പഠിച്ചിരിക്കുവാണെന്നാണ് ടീച്ചർ വിചാരിക്കുന്നത്. നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു വചനം പഠിച്ചായിരുന്നു. ഏതായിരുന്നു? മത്തായി 6:33. എന്താണ്? നിങ്ങൾ ആദ്യം അവിടുത്തെ രാജ്യവും നീതിയും അന്വേഷിക്കുക, അതോടൊപ്പം മറ്റുള്ളവയെല്ലാം നിങ്ങൾക്ക് ലഭിക്കും. അതായത് മറ്റുള്ള ബാഹ്യമായ കാര്യങ്ങൾ ചിന്തിച്ചുകൊണ്ട് ഉത്കണ്ഠയോടുകൂടി ആയിരിക്കുന്നവരാകരുത് എന്നാണ് നമ്മളെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നത് അല്ലേ? പിന്നെ നമ്മൾ എങ്ങനെയായിരിക്കണം? ദൈവത്തിൻ്റെ രാജ്യവും നീതിയും അന്വേഷിച്ച് പ്രമാണങ്ങൾ പാലിച്ചുകൊണ്ട് വിശുദ്ധി നിറഞ്ഞ മക്കളായി ജീവിക്കാനായിട്ട് നമ്മൾ ഓരോരുത്തരും പരിശ്രമിക്കണം. അങ്ങനെയാണ് നമ്മുടെ ജീവിതമെങ്കിൽ, ഓരോ ദിവസവും നമ്മുടെ ജീവിതം അങ്ങനെയാണ് നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് പരിശ്രമിക്കുന്നതെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഒരു നന്മകൾക്കും യാതൊരു കുറവുകളും ഉണ്ടാവുകയില്ല. നമ്മുടെ ജീവിതത്തിൽ ധാരാളമായ അനുഗ്രഹങ്ങൾ കടന്നു വരും. അങ്ങനെയല്ലേ നമ്മൾ പഠിച്ചത്? അതെ അല്ലേ? യഥാർത്ഥ ക്രിസ്തു ശിഷ്യൻ ആരാണെന്ന് നമ്മൾ പഠിച്ചായിരുന്നു. ആരാ യഥാർത്ഥ ക്രിസ്തു ശിഷ്യൻ എന്നാ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞേ? ഓർക്കുന്നുണ്ടോ? ആരാ യഥാർത്ഥ ക്രിസ്തു ശിഷ്യൻ? എങ്ങനെയുള്ള ആളെയാണ് നമ്മൾ യഥാർത്ഥത്തിൽ ക്രിസ്തു ശിഷ്യൻ എന്ന് പറയുന്നത്? ദൈവപരിപാലനയിൽ ആശ്രയിച്ച് ജീവിക്കുന്നവനെ, അങ്ങനെയല്ലേ? അതെ, ദൈവപരിപാലനയിൽ ആശ്രയിച്ച് ജീവിക്കുന്നവൻ. നമ്മൾ പറഞ്ഞായിരുന്നു 2 തരത്തിലും, സന്തോഷത്തിലും ദുഃഖത്തിലും എല്ലാം. ഇതെല്ലാം എൻ്റെ ദൈവം അറിയുന്നുണ്ട് എന്നും, സന്തോഷമാണെങ്കിൽ ഈ സന്തോഷം എനിക്ക് നൽകിയ ദൈവത്തിന് നന്ദി പറയാനും, ദുഃഖങ്ങളാണെങ്കിൽ എന്താണ്? ഈ ദുഃഖങ്ങൾ എൻ്റെ ദൈവം എൻ്റെ ജീവിതത്തിൽ അനുവദിച്ച് നൽകിയിരിക്കുന്നതാണ്, അതൊക്കെ ഒരു ദിവസം ഇല്ലാതാകും. ആ ദുഃഖങ്ങളെ സന്തോഷമാക്കി മാറ്റാൻ എൻ്റെ ദൈവത്തിന് സാധിക്കും എന്നുള്ള ഉറച്ച വിശ്വാസത്തോടു കൂടി എപ്പോഴും ദൈവപരിപാലനയിൽ ആശ്രയിച്ച് നമ്മൾ ജീവിക്കണം. അങ്ങനെയാണ് ദൈവം ആഗ്രഹിക്കുന്നത് അല്ലേ? അങ്ങനെയുള്ളവരെയാണ് യഥാർത്ഥ ക്രിസ്തു ശിഷ്യൻ എന്ന് നമ്മൾ പറയുന്നത് അല്ലേ? അങ്ങനെയുള്ള ക്രിസ്തു ശിഷ്യന് ലഭിക്കുന്ന സൗഭാഗ്യങ്ങൾ, സുവിശേഷ ഭാഗ്യങ്ങൾ ഈശോ പറയുന്നുണ്ട്. ആ സൗഭാഗ്യങ്ങളെല്ലാം നേടാൻ നമ്മൾ തയ്യാറായിരിക്കണം അല്ലേ? ആ സൗഭാഗ്യങ്ങളൊക്കെ നമുക്ക് ലഭിക്കണം, അല്ലെങ്കിൽ ഈശോ നമുക്കായി വെച്ച് നീട്ടുന്ന എല്ലാ അനുഗ്രഹങ്ങളും സ്വീകരിക്കാൻ തയ്യാറായിട്ട് നമ്മുടെ ഹൃദയത്തെ ഒരുക്കി വെക്കണം എന്നല്ലേ നമ്മുടെ ആഗ്രഹം? മക്കളെല്ലാവരും അങ്ങനെയല്ലേ ആഗ്രഹിക്കുന്നേ അല്ലേ? എപ്പോഴും ഈശോയിൽ നിന്ന് അകന്ന് മാറി നിൽക്കാം, നമുക്ക് നമ്മുടെ കാര്യമായി. അങ്ങനെയാണോ നമ്മൾ ജീവിക്കുന്നത്? അങ്ങനെയാണോ നമ്മുടെ ആഗ്രഹം? അല്ല. എപ്പോഴും നമ്മൾ എങ്ങനെയാണ് ആഗ്രഹിക്കുന്നത്? എപ്പോഴും ഈശോ നമ്മുടെ ഒപ്പം ഉണ്ടായിരിക്കണം. ഈശോ നൽകുന്ന അനുഗ്രഹങ്ങളൊക്കെ സ്വീകരിക്കാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കണം, അതല്ലേ നമ്മുടെ ആഗ്രഹം? അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മൾ എങ്ങനെയായിരിക്കണം? പരിപൂർണമായിട്ട് എപ്പോഴും. എങ്ങനെയാണ് നമ്മൾ പഠിച്ചായിരുന്നു? ക്രിസ്തു ശിഷ്യൻ എന്ന് പറയാം. നമ്മൾ ഓരോരുത്തരും ആരാണ്? ക്രിസ്തു ശിഷ്യരാണ്, ക്രിസ്തുവിനെ അനുഗമിക്കുവാണ്. നമ്മൾ ഓരോരുത്തരും ക്രിസ്ത്യാനികളാണ് അല്ലേ? അപ്പോൾ നമ്മൾ ക്രിസ്തുവിനെ അനുഗമിച്ച് എപ്പോഴും ഈശോയോട് ചേർന്ന് നിന്നുകൊണ്ട് ഈശോ നമുക്കായി നൽകുന്ന, പിതാവിൽ നിന്ന് നമുക്ക് വാങ്ങിത്തരുന്ന എല്ലാ അനുഗ്രഹങ്ങളും എന്താണ്? പൂർണ്ണ ഹൃദയത്തോടു കൂടി സന്തോഷത്തോടു കൂടി സ്വീകരിക്കാനായിട്ട് എപ്പോഴും ഒരുങ്ങിയിരിക്കുന്ന മക്കളായിരിക്കണം. അങ്ങനെ വേണ്ടേ? അതല്ലേ നമ്മൾ ഈ പാഠപുസ്തകത്തിൽ 1-ാമത്തെ പാഠം തൊട്ട് നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ എപ്പോഴും ഈശോയോടൊപ്പം ആയിരിക്കണം അല്ലേ? ഈശോയെ വിട്ടകന്ന് ഒരു ജീവിതം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരരുത്, അല്ലെ? ഒരു ദിവസം പോലും നമ്മുടെ ജീവിതത്തിലേക്ക് ഉണ്ടാവരുത്. അതാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് അല്ലേ? അപ്പോൾ ഒരു ക്രിസ്തു ശിഷ്യന് ലഭിക്കുന്ന സൗഭാഗ്യങ്ങളെക്കുറിച്ച് നമ്മൾ പഠിച്ചപ്പോഴും എന്താണ്? നമ്മൾ വേറൊരു കാര്യം പഠിച്ചായിരുന്നു. ഒരു ക്രിസ്തു ശിഷ്യൻ എങ്ങനെ ആയിരിക്കണമെന്ന് നമ്മൾ പഠിച്ചായിരുന്നു. എങ്ങനെ ആയിരിക്കണമെന്നാണ് നമ്മൾ പഠിച്ചത്? ഒരു ക്രിസ്തു ശിഷ്യൻ എങ്ങനെ ആയിരിക്കണമെന്നാണ് പഠിച്ചേ? ഭൂമിയുടെ ഉപ്പും ലോകത്തിന് പ്രകാശവുമായിരിക്കണം അല്ലേ? അതായത് ക്രൈസ്തവൻ ലോകത്തിന് മുഴുവനും രുചിയും വെളിച്ചവും നൽകുന്നവനായിരിക്കണം എന്നാണ് നമ്മൾ പഠിച്ചത് അല്ലേ? എൻ്റെ ജീവിതം കൊണ്ട് എൻ്റെ ചുറ്റുമുള്ളവർക്ക് നന്മ, സന്തോഷം നൽകുന്ന വ്യക്തിയായിട്ട് എൻ്റെ ജീവിതം മാറ്റണം. അങ്ങനെ മാറ്റാൻ, എൻ്റെ ജീവിതത്തെ മാറ്റാൻ എനിക്ക് സാധിക്കണം. അങ്ങനെ എല്ലാവരും ചിന്തിച്ചാൽ
നല്ലൊരു സമൂഹമായിരിക്കും നമ്മുടേത്, അല്ലേ? ഒട്ടും ബുദ്ധിമുട്ടുകളോ കഷ്ടപ്പാടുകളോ മറ്റു ദുരിതങ്ങളോ അങ്ങോട്ടും ഇങ്ങോട്ടും കാപട്യമോ വഞ്ചനയോ ഒന്നുമില്ലാത്ത സുന്ദരമായ ഒരു ജീവിതമായിരിക്കും നമുക്ക് എല്ലാവർക്കും ലഭിക്കുന്നത്, അല്ലേ? നമ്മൾ പഠിക്കുന്നുണ്ട്, ഒന്നാമത്തെ പാഠം പഠിച്ചപ്പോൾ തൊട്ട് നമ്മൾ പഠിച്ചായിരുന്നു. എന്താണ്? ദൈവപ്രമാണങ്ങൾ പാലിക്കേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ച്. നമ്മൾ ആദ്യത്തെ പാഠം തൊട്ട് അതാ പഠിച്ചു വരുന്നത്, അല്ലേ? അപ്പോൾ ഈശോ നമ്മളോട് പറയാണ്, ഭൂമിയുടെ ഉപ്പും ലോകത്തിന് പ്രകാശവുമായി തീരണം നമ്മളിന്ന് പഠിച്ചു, ഇല്ലേ? ക്രൈസ്തവൻ, ആ ക്രിസ്തുവിൻ്റെ അനുയായി, ക്രിസ്തു ശിഷ്യൻ എല്ലാവരും ഭൂമിയുടെ ഉപ്പും ലോകത്തിന് പ്രകാശവുമായി തീരണം നമ്മൾ പഠിച്ചു. അങ്ങനെ ഭൂമിയുടെ ഉപ്പും ലോകത്തിന് പ്രകാശവുമായി തീരണമെങ്കിൽ എങ്ങനെ ചെയ്യണം നമ്മളെന്നറിയാമോ? അങ്ങനെ നമുക്ക് ഭൂമിയുടെ ഉപ്പും ലോകത്തിന് പ്രകാശവുമായി തീരണം, അത് ആഗ്രഹിച്ചാൽ മാത്രം പോരാ. അങ്ങനെ ആഗ്രഹിക്കണമെങ്കിൽ, അങ്ങനെ ഒരു സാഹചര്യം, അങ്ങനെ ജീവിക്കാൻ നമ്മുടെ ജീവിതത്തിന് പറ്റണമെങ്കിൽ, ജീവിതത്തിൽ നമുക്ക് പറ്റണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? എങ്ങനെയുള്ളവരായിരിക്കണം? ദൈവപ്രമാണങ്ങൾ അനുസരിച്ച് ജീവിക്കുന്നവരായിരിക്കണം. മനസ്സിലായോ? ദൈവപ്രമാണങ്ങൾ അനുസരിച്ച് ജീവിക്കുന്നവരായിരിക്കണം. അതായത് ഈശോ പറയുന്നുണ്ട്, ഈ പ്രമാണങ്ങളിൽ ഏറ്റവും നിസ്സാരമായ ഒന്ന് ലംഘിക്കുകയോ ലംഘിക്കാൻ പഠിപ്പിക്കുകയോ ചെയ്യുന്നവൻ സ്വർഗരാജ്യത്തിൽ ചെറിയവൻ എന്ന് വിളിക്കപ്പെടും. എന്നാൽ ഇത് അനുസരിക്കുകയും അനുസരിക്കാൻ മറ്റുള്ളവരെ പഠിപ്പിക്കുകയും ചെയ്യുന്നവൻ സ്വർഗരാജ്യത്തിൽ വലിയവൻ എന്ന് വിളിക്കപ്പെടും. ഇത് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം, അല്ലേ? പ്രമാണങ്ങളുടെ പ്രാധാന്യം എത്ര വലുതാണെന്ന് നമുക്ക് മനസ്സിലായില്ലേ? ഏറ്റവും ചെറിയ പ്രമാണങ്ങളിൽ ഏറ്റവും ചെറിയ ഒന്ന് ലംഘിക്കുകയോ ലംഘിക്കാൻ പഠിപ്പിക്കുകയോ ചെയ്യുന്നവൻ സ്വർഗരാജ്യത്തിൽ ചെറിയവൻ എന്ന് വിളിക്കപ്പെടും, അല്ലേ? പക്ഷെ അത് അനുസരിക്കുകയും അനുസരിക്കാൻ പഠിപ്പിക്കുകയും ചെയ്യുന്നവൻ സ്വർഗരാജ്യത്തിൽ വലിയവൻ എന്ന് വിളിക്കപ്പെടും. അപ്പോൾ നമുക്ക് മനസ്സിലായില്ലേ ദൈവപ്രമാണങ്ങളുടെ പ്രാധാന്യം എത്ര വലുതാണെന്ന്? മനസ്സിലായില്ലേ? അതാണ്, ദൈവപ്രമാണങ്ങൾ കൃത്യമായ രീതിയിൽ അനുസരിച്ചാൽ മാത്രമേ ദൈവപ്രമാണങ്ങൾ, അതായത് നമ്മുടെ ജീവിതത്തിൽ ഓരോ ദിവസങ്ങളിലും ഓരോ മണിക്കൂറുകളിലും നമ്മൾ ദൈവപ്രമാണങ്ങൾ അനുസരിച്ച് മുന്നോട്ട് നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കുന്ന വ്യക്തികളാണെങ്കിൽ മാത്രമേ നമുക്ക് ഓരോരുത്തർക്കും ഭൂമിയുടെ ഉപ്പും, ഈശോ പറഞ്ഞതുപോലെ ഭൂമിയുടെ ഉപ്പും ലോകത്തിന് പ്രകാശവുമായി തീരാനായിട്ട് നമുക്ക് സാധിക്കത്തുള്ളൂ, അല്ലേ? നമ്മൾ ദൈവപ്രമാണങ്ങൾ പഠിച്ചപ്പോൾ നമ്മൾ പഠിച്ചായിരുന്നു, ഒന്നാമത്തെ പാഠത്തിൽ നമ്മൾ പഠിച്ചായിരുന്നു, ഓർക്കുന്നുണ്ടോ? ദൈവപ്രമാണങ്ങളുടെ അടിസ്ഥാനം എന്താണെന്നാണ് നമ്മൾ പഠിച്ചേ? എന്താ ദൈവപ്രമാണങ്ങളുടെ അടിസ്ഥാനം? സ്നേഹമാണ്, അല്ലേ? 2 തരത്തിലുള്ള സ്നേഹത്തെക്കുറിച്ച് നമ്മൾ പഠിച്ചായിരുന്നു. ഏതൊക്കെയാ 2 തരത്തിലുള്ള സ്നേഹം? ഏതൊക്കെയാ പറഞ്ഞേ? ദൈവസ്നേഹവും സഹോദര സ്നേഹവും, അല്ലേ? അപ്പോൾ സ്നേഹമാണ് ദൈവപ്രമാണങ്ങളുടെ അടിസ്ഥാനം എന്ന് നമ്മൾ പറഞ്ഞു, അല്ലേ? അപ്പം ഈശോ നൽകിയ ഒരു പുതിയ കൽപ്പന, അതും നമ്മൾ ഇതിനു മുമ്പുള്ള പാഠത്തിൽ പഠിച്ചായിരുന്നു. ഈശോ ഒരു പ്രധാന കൽപ്പന നൽകി. എന്താണ് ആ കൽപ്പന? നിങ്ങൾ പരസ്പരം സ്നേഹിക്കുവിൻ, അല്ലേ? അപ്പോൾ നമ്മൾ എങ്ങനെയുള്ളവരായിരിക്കണം? നമ്മൾ ദൈവത്തെ സ്നേഹിക്കുന്നവരായിരിക്കണം, അതുപോലെ തന്നെ സഹോദരങ്ങളെ സ്നേഹിക്കുന്നവരായിരിക്കണം. നമ്മൾ ഇതിനു മുൻപുള്ള ക്ലാസ്സുകളിൽ പലപ്പോഴും നമ്മൾ പഠിച്ച കാര്യമാണ് ഇത് തന്നെ, അല്ലേ? ദൈവത്തെ സ്നേഹിക്കണം, അതുപോലെ തന്നെ സഹോദരങ്ങളെ സ്നേഹിക്കണം. യോഹന്നാൻ 13:35 നമ്മൾ കാണുന്നുണ്ട്. എന്താണ്? നിങ്ങൾ പരസ്പരം സ്നേഹിക്കുവിൻ, ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കുവിൻ. നിങ്ങൾക്ക് പരസ്പരം സ്നേഹമുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ശിഷ്യന്മാരാണെന്ന് അതുമൂലം എല്ലാവരും അറിയും. ഈശോ എന്താ പറഞ്ഞത്? നിങ്ങൾ പരസ്പരം സ്നേഹിക്കണം. ഏതുപോലെയാണ് സ്നേഹിക്കേണ്ടേ? ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങൾ പരസ്പരം സ്നേഹിക്കുവിൻ. അതിനകത്തൊരു വലിയ അർത്ഥമുണ്ടല്ലേ? ഈശോ പറയുമ്പോൾ നിങ്ങൾ പരസ്പരം സ്നേഹിക്കുവിൻ എന്ന് മാത്രമല്ല ഈശോ പറഞ്ഞത്, ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങൾ പരസ്പരം സ്നേഹിക്കുവിൻ. അപ്പോൾ ഈശോയുടെ സ്നേഹമാണ് നമ്മൾ മാതൃകയാക്കേണ്ടതെന്നാണ് നമ്മൾ ഈ വചനത്തിലൂടെ മനസ്സിലാക്കുന്നത്, ശരിയല്ലേ? ഈശോ നമ്മളെ സ്നേഹിച്ചത് എങ്ങനെയാ? നമ്മൾ ഇതിനു മുൻപുള്ള പാഠത്തിൽ പഠിച്ചായിരുന്നു. ഈശോയുടെ സ്നേഹത്തിന് ചില സവിശേഷതകളുണ്ടെന്ന്. ഓർക്കുന്നുണ്ടോ ആരെങ്കിലും? അത് പഠിച്ചതല്ലേ? ഓർക്കുന്നുണ്ടോ? എന്താണ്? സ്വാർത്ഥതയില്ലാത്ത സ്നേഹമാണ്. എന്താണ്? മറ്റുള്ളവർക്ക് വേണ്ടി സ്വയം സമർപ്പിക്കുന്ന സ്നേഹമാണ്. ശത്രുക്കളോട് പോലും ക്ഷമിക്കുന്ന സ്നേഹമാണ്. വ്യവസ്ഥകളില്ലാത്ത സ്നേഹമാണ്. ത്യാഗപൂർണമായ സ്നേഹമാണ്. ഓർക്കുന്നില്ലേ? നമ്മൾ ഇതിന് മുൻപുള്ള പാഠത്തിലൊക്കെ ഇത് പഠിച്ചു കഴിഞ്ഞ കാര്യമാണ്. ഈശോയുടെ സ്നേഹത്തിന് അങ്ങനെ ചില പ്രത്യേകതകളൊക്കെ ഉണ്ട്. മറ്റുള്ളവർക്ക് വേണ്ടി സ്വന്തം ജീവൻ മുറിച്ച് നൽകിയ സ്നേഹം, അല്ലെ? മറ്റുള്ളവർക്ക് വേണ്ടി ശത്രുക്കളോട് പോലും സ്നേഹിക്കുന്ന സ്നേഹം, അല്ലെ? ക്ഷമിക്കുന്ന സ്നേഹം. ശത്രുക്കളോട് പോലും ക്ഷമിക്കുന്നു, എല്ലാ ത്യാഗങ്ങളും ഏറ്റെടുക്കുന്നു. എല്ലാം എന്തിനു വേണ്ടിയിട്ടാ? നമുക്ക് ഓരോരുത്തർക്കും വേണ്ടി, അല്ലേ? അപ്പോൾ ഈശോ പറഞ്ഞത് എന്താ? ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കുവിൻ. അപ്പോൾ അതിൽ നിന്ന് നമ്മൾ എന്താ മനസ്സിലാക്കണ്ടേ? ഈശോ പ്രവർത്തിച്ചതുപോലെ ത്യാഗപൂർണമായ സ്നേഹം, ശത്രുക്കളോട് പോലും ക്ഷമിക്കുന്ന സ്നേഹം, അങ്ങനെയൊക്കെ ആയിരിക്കണ്ടേ അപ്പോൾ നമ്മുടെ സ്നേഹവും? അതല്ലേ ഈശോ പറഞ്ഞു തന്നതിൻ്റെ അർത്ഥം? നമ്മൾ പറഞ്ഞു ഈശോയുടെ സ്നേഹം എന്ന് എന്താണെന്ന് നമ്മൾ പഠിച്ചു, ഈശോയുടെ സ്നേഹം എങ്ങനെയാണെന്ന്. അപ്പോൾ ഈശോയുടെ സ്നേഹത്തിൻ്റെ സവിശേഷതകൾ നമ്മുടെ ജീവിതത്തിലും ഉണ്ടാകണം, അല്ലെങ്കിൽ നമ്മുടെ സ്നേഹത്തിലും ഉണ്ടാവണം. ഈശോയുടെ സ്നേഹത്തിൻ്റെ സവിശേഷതകൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണമെന്ന് മാത്രമല്ല, ആ സ്നേഹത്തിൻ്റെ സവിശേഷതകൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവണം. അതുപോലെ സ്നേഹത്തിൽ വളരാനും സ്നേഹത്തിൽ നിലനിൽക്കാനും ആ സ്നേഹം മറ്റുള്ളവർക്ക് ഓരോരുത്തർക്കും നമ്മുടെ ചുറ്റുമുള്ള എല്ലാവരിലേക്കും പകർന്നു കൊടുക്കാനും നമുക്ക് സാധിക്കണം. എന്നാൽ മാത്രമേ നമുക്ക് എന്ത് സാധിക്കുകയുള്ളൂ? ഈശോ പറഞ്ഞതുപോലെ ഭൂമിയുടെ ഉപ്പും ലോകത്തിൻ്റെ പ്രകാശവും ഒക്കെ ആയിത്തീരാൻ നമുക്ക്
സാധിക്കുകയുള്ളൂ. അത് മാത്രമല്ല, അങ്ങനെ ഈശോയുടെ സ്നേഹം, ഈശോ പഠിപ്പിച്ച സ്നേഹം മറ്റുള്ളവരിലേക്ക് നമ്മൾ പകർന്നു കൊടുക്കുമ്പോൾ മാത്രമേ നമ്മൾ യഥാർത്ഥത്തിൽ ക്രിസ്തു ശിഷ്യരായിട്ട് മാറുന്നുള്ളൂ. നമ്മൾ ക്രിസ്തു ശിഷ്യരാണ്, ക്രിസ്ത്യാനിയാണ്, ഞാൻ എപ്പോഴും ക്രിസ്തുവിനെ അനുഗമിക്കുന്നവനാണ് എന്ന് പറഞ്ഞതുകൊണ്ട് നമ്മൾ ക്രിസ്തു ശിഷ്യരായോ? ഇല്ല. ഈശോ പറഞ്ഞത്, ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങൾ പരസ്പരം സ്നേഹിക്കുവിൻ. അപ്പോൾ ഈശോ സ്നേഹിച്ചതുപോലെ പൂർണ്ണമായ മനോഭാവത്തോടു കൂടി, അതുപോലെ ശത്രുക്കളോട്, നമ്മളോട് തെറ്റ് ചെയ്യുന്നവരോട് ക്ഷമിച്ചുകൊണ്ട്, അല്ലേ, നമ്മുടെ ജീവിതത്തിൽ എല്ലാ നന്മകളും ദൈവം നൽകിയതാണെന്നുള്ള ദൈവം നമുക്ക് ദാനമായി നൽകിയതാണെന്നുള്ള ചിന്തയോടുകൂടി ആ നന്മകൾ മറ്റുള്ളവർക്ക് വേണ്ടി കൂടി ഉപകാരപ്രദമായ രീതിയിൽ ജീവിക്കാൻ വേണ്ടിയിട്ട്, അല്ലേ, അങ്ങനെയൊക്കെ നമ്മുടെ ജീവിതത്തെ ചെറിയതും വലുതുമായ കാര്യങ്ങളിൽ നമ്മളെപ്പോഴും ഈശോയോട് ചേർന്ന് നിൽക്കുന്നവരാകണം, അല്ലേ. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ മാത്രമേ നമുക്ക് യഥാർത്ഥത്തിൽ ഒരു ക്രിസ്തു ശിഷ്യരാണ് ഞാനെന്ന് പറയാനായിട്ട് സാധിക്കത്തുള്ളൂ, അല്ലേ. അപ്പോൾ മാത്രമേ നമ്മുടെയൊക്കെ കുടുംബങ്ങൾ എങ്ങനെയാവത്തുള്ളൂ? നല്ല കുടുംബങ്ങളാവത്തുള്ളൂ. അത് നമ്മൾ ഇതിനു മുൻപുള്ള പാഠത്തിൽ പഠിച്ചു. ഉത്തമ കുടുംബങ്ങൾ എന്താണെന്ന്. എന്താ ഉത്തമ കുടുംബങ്ങൾ എന്ന് പറഞ്ഞാൽ? മാതാപിതാക്കളും മക്കളും ഒക്കെ സ്നേഹിച്ചും സഹകരിച്ചും കഴിയുന്ന കുടുംബങ്ങളാണ് ഉത്തമ കുടുംബങ്ങൾ, അല്ലേ. അപ്പോൾ പറഞ്ഞേ, ഈശോയുടെ സ്നേഹത്തിൻ്റെ സവിശേഷത നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ സ്നേഹത്തിൽ ഉണ്ടായിരിക്കണമെന്ന് നമ്മൾ പഠിച്ചില്ലേ? അതുപോലെയാണ് എല്ലാ വ്യക്തികളും. നമ്മുടെ കുടുംബത്തിൽ എത്ര വ്യക്തികളുണ്ട്, എത്ര പേരുണ്ട്, എല്ലാവരും ഈശോയുടെ സ്നേഹത്തിൻ്റെ സവിശേഷത സ്വന്തം ജീവിതത്തിൽ പകർത്തുന്ന വ്യക്തികളാണെന്ന് വിചാരിക്കുക. അതായത് ത്യാഗപൂർണ്ണമായ മനോഭാവത്തോടു കൂടിയുള്ളവർ, അല്ലെങ്കിൽ ശത്രുതാ മനോഭാവം ഇല്ലാത്തവർ, എല്ലാ ത്യാഗങ്ങളും സഹിച്ച് പരസ്പരം സ്നേഹിക്കുന്നവർ, വ്യവസ്ഥകളില്ലാത്ത സ്നേഹം, സ്വാർത്ഥതയില്ലാത്ത സ്നേഹം, അങ്ങനെയൊക്കെയാണ് നമ്മുടെ ഓരോരുത്തരുടെയും സ്നേഹം എന്ന് വിചാരിക്കുക. നമ്മുടെ കുടുംബത്തിൽ എല്ലാവരും അങ്ങനെയാണ് സ്നേഹിക്കുന്നത്. അപ്പോൾ പിന്നെ അവിടെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ, വഴക്കുകൾ, പിണക്കങ്ങൾ, മക്കൾ കൂട്ടുകാരുടെ അടുത്താണേലും ഒന്ന് ആലോചിച്ച് നോക്കിയേ. ക്ഷമിക്കുന്ന സ്നേഹം, ത്യാഗപൂർണ്ണമായ സ്നേഹം, സ്വാർത്ഥതയില്ലാത്ത സ്നേഹം, ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ സ്നേഹം എന്ന് വിചാരിക്കുക. അങ്ങനെയാകുമ്പോൾ കൂട്ടുകാർ തമ്മിൽ വഴക്കോ പിണക്കോ എന്തെങ്കിലും ഉണ്ടാവോ? അങ്ങനെ ഒരു വഴക്കുകളും പിണക്കങ്ങളും ഉണ്ടാവാനുള്ള ഒരു സാധ്യതയില്ല, അല്ലേ. സ്വാർത്ഥതയില്ലാത്ത സ്നേഹമാണ് ഈശോയുടെ. അപ്പോൾ ആ സ്നേഹം നമ്മൾ പകർത്തുമ്പോൾ എങ്ങനെയാണ്? നമുക്കും യാതൊരു വിധത്തിലുള്ള സ്വാർത്ഥതകളും ഉണ്ടാവത്തില്ല. പിണക്കവും വഴക്കുകളും മറ്റു പ്രശ്നങ്ങളും താല്പര്യക്കുറവും ഇഷ്ടമില്ലായ്മയും ഒക്കെ ഉണ്ടാവുമ്പം അതിനൊക്കെ പിന്നിൽ ഒരു ചെറിയ കാരണം ഉണ്ടാവും, സ്വാർത്ഥത, അല്ലേ. സ്വാർത്ഥത, മറ്റു ഇഷ്ടക്കേട്, ഒരു ശത്രുതാ മനോഭാവം, അതൊക്കെ ഇതിന് കാരണമാകുന്നുണ്ട്. അപ്പോൾ ഈശോയുടെ സ്നേഹം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പകർത്തുമ്പോൾ നമുക്ക് അങ്ങനെ ഒരു പ്രശ്നവും ഉണ്ടാവത്തില്ല, അല്ലേ. അപ്പോൾ എപ്പോഴും നമ്മളെല്ലാവരും കുടുംബത്തിലും സമൂഹത്തിലും, അല്ലേ, നമ്മുടെ ആയിരിക്കുന്ന അവസ്ഥയിൽ, നമ്മുടെ കുടുംബത്തിൽ, നമ്മുടെ സ്കൂളിൽ, നമ്മളായിരിക്കുന്ന സമൂഹത്തിൽ ഒക്കെ എപ്പോഴും മറ്റുള്ളവർക്ക് വെളിച്ചമായി മാറുന്ന വ്യക്തികളായി തീരും. മനസ്സിലായോ? ക്രിസ്തു ശിഷ്യൻ്റെ സവിശേഷത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ പ്രധാനമായിട്ട് ഈശോ പറയുന്ന ഒരു കാര്യമുണ്ട്. മത്തായി 7:21 നമ്മൾ വായിക്കുന്നു, കർത്താവേ കർത്താവേ എന്ന് എന്നോട് വിളിച്ചപേക്ഷിക്കുന്നവനല്ല, എൻ്റെ സ്വർഗസ്ഥനായ പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുന്നവനാണ് സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുക. മനസ്സിലായോ? നമുക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാവും, അല്ലേ, ഈ വചനത്തിൽ നിന്ന്. മത്തായി 7:21, കർത്താവേ കർത്താവേ എന്ന് എന്നോട് വിളിച്ചപേക്ഷിക്കുന്നവനല്ല, എൻ്റെ സ്വർഗസ്ഥനായ പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുന്നവനാണ് സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുക. വളരെ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാവും, അല്ലേ. എന്താണ്? പ്രാർത്ഥിക്കണം, നമ്മളെപ്പോഴും പ്രാർത്ഥിക്കുന്നവരായിരിക്കണം, പ്രാർത്ഥനയിൽ നിലനിൽക്കുന്നവരായിരിക്കണം. പക്ഷെ അതുകൊണ്ട് മാത്രം കാര്യമില്ല, പ്രവൃത്തികളും അതിന് യോജിച്ചതായിരിക്കണം, വേണ്ടേ? സ്വർഗസ്ഥനായ പിതാവിൻ്റെ ഇഷ്ടം എന്തെന്ന് തിരിച്ചറിയാനും ആ ഇഷ്ടം സ്വന്തം ജീവിതത്തിൽ പകർത്താനും നമ്മൾ തയ്യാറാവണം, അല്ലേ. ദൈവപ്രമാണങ്ങൾ അനുസരിച്ച് ജീവിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം, ഇപ്പം നമ്മൾ ദൈവപ്രമാണങ്ങൾ അനുസരിച്ച് ജീവിക്കുന്ന വ്യക്തിയാണെന്ന് വിചാരിക്കുക. ദൈവപ്രമാണങ്ങൾ അനുസരിച്ച് ജീവിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവൻ എങ്ങനെയായിരിക്കും? പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുന്നവനായിരിക്കും, അല്ലേ. പാപം കടന്നു വരാത്ത ജീവിതം, അതാണ് പിതാവിൻ്റെ ഇഷ്ടം, അല്ലേ. അപ്പോൾ എങ്ങനെയായിരിക്കും? അപ്പോൾ സ്വർഗസ്ഥനായ പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റി ജീവിക്കുന്നവന് മാത്രമേ ദൈവപ്രമാണങ്ങൾ അനുസരിച്ച് ജീവിക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും അങ്ങനെയുള്ള ഒരു വ്യക്തിയായിരിക്കും സ്വർഗരാജ്യത്തിന് അവകാശിയായി തീരുക. അല്ലാതെ കർത്താവേ കർത്താവേ എന്നോട് വിളിച്ചപേക്ഷിച്ച് പ്രാർത്ഥിക്കണം. പ്രാർത്ഥന നമ്മുടെ ജീവിതത്തിൻ്റെ അടിസ്ഥാനമാണ്, അല്ലേ. ദൈവവുമായി നമ്മളിപ്പോഴും ചേർന്ന് നിൽക്കണം. പക്ഷെ അതോടൊപ്പം തന്നെ ആ ദൈവവുമായി ചേർന്ന് നിൽക്കുന്ന അവസ്ഥയിൽ നമ്മൾ എങ്ങനെയായിരിക്കണം? ദൈവപ്രമാണങ്ങൾ അനുസരിക്കുന്നവർ, പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുന്നവർ, അങ്ങനെയൊക്കെ ആയിരിക്കണം, അല്ലേ. അപ്പോൾ പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുന്നവർ എങ്ങനെയായിരിക്കണം, അല്ലെങ്കിൽ ദൈവപ്രമാണങ്ങൾ അനുസരിച്ച്, ദൈവവചനം അനുസരിച്ച് ജീവിക്കേണ്ടത് എങ്ങനെയൊക്കെയാണ് എന്നൊക്കെ മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായത്തിൽ 24 മുതലുള്ള വാക്യങ്ങളിൽ ഈശോ ഒരു ഉപമയിലൂടെ പറഞ്ഞു തരുന്നുണ്ട്. മക്കൾക്ക് അറിയാവുന്ന ഉപമയാണ്. നമുക്ക് ആ വചനഭാഗം, ആ ഉപമ ഒന്ന് വായിച്ചു നോക്കിയാലോ? നമുക്ക് വായിക്കാം. മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായം 24 മുതലുള്ള വാക്യങ്ങൾ. എൻ്റെ ഈ വചനങ്ങൾ ശ്രവിക്കുകയും അവ അനുസരിക്കുകയും ചെയ്യുന്നവൻ പാറമേൽ ഭവനം പണിത വിവേകമതിയായ മനുഷ്യന് തുല്യനായിരിക്കും. മഴ പെയ്തു, വെള്ളപ്പൊക്കമുണ്ടായി, കാറ്റൂതി, അത് ഭവനത്തിന്മേൽ ആഞ്ഞടിച്ചു, എങ്കിലും അത് വീണില്ല. എന്തുകൊണ്ടെന്നാൽ അത് പാറമേൽ സ്ഥാപിതമായിരുന്നു. എൻ്റെ ഈ വചനങ്ങൾ കേൾക്കുകയും എന്നാൽ അത് അനുസരിക്കാതിരിക്കുകയും ചെയ്യുന്നവൻ മണൽപ്പുറത്ത് ഭവനം പണിത ഭോഷന് തുല്യനായിരിക്കും. മഴ പെയ്തു, വെള്ളപ്പൊക്കമുണ്ടായി, കാറ്റൂതി, അത് ഭവനത്തിന്മേൽ ആഞ്ഞടിച്ചു, അത് വീണുപോയി, അതിൻ്റെ വീഴ്ച വലുതായിരുന്നു.
നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. നമ്മൾ എന്താ വചനത്തിലൂടെ കണ്ടത്? എന്താ? ദൈവവചനങ്ങൾ കേൾക്കുകയും അതനുസരിക്കുകയും ചെയ്യുന്നവനെ എന്തിനോടാണ് ഉപമിച്ചിരിക്കുന്നത്? എന്താണ്? പാറമേൽ ഭവനം പണിത വിവേകവതിയായ മനുഷ്യൻ, അല്ലേ? ദൈവവചനം കേൾക്കുകയും അത് അനുസരിക്കുകയും ചെയ്യുമ്പോൾ എന്ന് പറയുമ്പോൾ നമ്മൾ ഇപ്പോൾ പറഞ്ഞ കാര്യമായിട്ട് നമുക്കതിനെ ബന്ധിപ്പിക്കാം. എങ്ങനെയാണ്? അതായത് ഈശോ പറഞ്ഞു തന്ന കാര്യങ്ങൾ, ഓരോ കാര്യങ്ങൾ പ്രമാണങ്ങളിലൂടെയും അല്ലാതെയും പരസ്പര സ്നേഹത്തെക്കുറിച്ചും ദൈവസ്നേഹത്തെക്കുറിച്ചും സഹോദര സ്നേഹത്തെക്കുറിച്ചും ജീവിതത്തിൽ പാലിക്കേണ്ട നല്ല വശങ്ങളെക്കുറിച്ചും എല്ലാം ഈശോ പറഞ്ഞു തന്നിട്ടുള്ള കാര്യങ്ങൾ, വചനത്തിലൂടെ ഈശോ നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ള കാര്യങ്ങൾ അനുസരിക്കുന്ന ഒരു വ്യക്തി പാറമേൽ ഭവനം പണിത വ്യക്തിക്ക് തുല്യനായിരിക്കും. എങ്ങനെയാണ്? മഴ പെയ്തു, വെള്ളപ്പൊക്കമുണ്ടായി, കാറ്റൂതി, അത് ഭവനത്തിന്മേൽ ആഞ്ഞടിച്ചു, അത് വീണു പോയില്ല. കാരണം എന്താണ്? അത് പാറമേൽ സ്ഥാപിതമായിരുന്നു. എന്താണ്? ദൈവവചനത്തിൽ ആശ്രയിച്ച് നിൽക്കുന്ന ഒരു വ്യക്തി, ജീവിതത്തിലേക്ക് പാപം കടന്നു വരാതെ ശ്രദ്ധിക്കുന്ന ഒരു വ്യക്തി എങ്ങനെയായിരിക്കും? ജീവിതത്തിൽ എപ്പോഴും ദൈവത്തിൻ്റെ സാന്നിധ്യം അവൻ്റെ കൂടെ ഉണ്ടാവും. അതുകൊണ്ട് തന്നെ ചെറിയ പ്രതിസന്ധികളൊക്കെ ജീവിതത്തിൽ കടന്നു വന്നാലും, ചെറുതോ വലുതോ ആയ മറ്റെന്തെങ്കിലും പ്രതിസന്ധികൾ ജീവിതത്തിൽ കടന്നു വന്നാലും ആ പ്രതിസന്ധികളിൽ തളർന്നു പോവാനോ അതുമൂലം ദൈവത്തെ വിട്ടുപേക്ഷിച്ചു പോവാനോ ആ വ്യക്തി തയ്യാറാവുകയില്ല, അല്ലേ? അതായത് ജീവിതത്തിലെ ഏത് പ്രതികൂല സാഹചര്യങ്ങളിലും തളരാതെ തല ഉയർത്തി നിൽക്കാൻ, ശക്തിയോടുകൂടി ബലത്തോടുകൂടി ദൈവത്തിൽ കൂടുതൽ ആശ്രയിച്ച് നിൽക്കാൻ അങ്ങനെയുള്ളവന് സാധിക്കും. പക്ഷേ ദൈവവചനങ്ങൾ കേൾക്കുകയും അത് അനുസരിക്കാതിരിക്കുകയും ചെയ്യുന്നവൻ രണ്ടാമത്തെ ഗ്രൂപ്പിൽ വരുന്നു. ഏതാണ്? മണൽപ്പുറത്ത് ഭവനം പണിത മനുഷ്യൻ, അല്ലേ? വിവേകമില്ലാത്ത മനുഷ്യൻ. മണൽപ്പുറത്ത് ഭവനം പണിത മനുഷ്യൻ എന്താ സംഭവിച്ചേ? മഴ പെയ്തു, വെള്ളപ്പൊക്കമുണ്ടായി, കാറ്റൂതി, അത് ഭവനത്തിന്മേൽ ആഞ്ഞടിച്ചു, അത് വീണുപോയി. അതിൻ്റെ വീഴ്ച വലുതായിരുന്നു. കാരണം എന്താണ്? ചെറുതോ വലുതോ ആയ ജീവിതത്തിൽ പ്രതികൂല സാഹചര്യങ്ങൾ ഉണ്ടാകുമ്പോൾ വചനം കേൾക്കുകയും അത് അനുസരിക്കുകയും ചെയ്യുന്നില്ലാത്ത ഒരു വ്യക്തി എപ്പോഴും ഈശോയുടെ കൂടെയാണെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. ആണോ? അല്ല. വചനം കേൾക്കുകയും അത് അനുസരിക്കുകയും ഈശോയെ എപ്പോഴും കൂടെ നിർത്തുകയും ചെയ്യുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ പ്രതികൂല സാഹചര്യങ്ങൾ ഉണ്ടാകുമ്പോൾ പിടിച്ചു നിൽക്കാൻ പറ്റുള്ളൂ, കൂടുതൽ കരുത്താർജിക്കാനായിട്ട് സാധിക്കുള്ളൂ, അല്ലേ? പക്ഷേ എന്താണ്? ജീവിതത്തിൽ പ്രതികൂല സാഹചര്യങ്ങളിൽ ഉണ്ടാകുമ്പോൾ വീണു പോകും. എങ്ങനെയുള്ള വ്യക്തി? വചനത്തിൽ ആശ്രയിക്കാത്ത വ്യക്തി, ഈശോയിൽ ആശ്രയം വെക്കാത്ത വ്യക്തി, അല്ലേ? വചനങ്ങൾ കേൾക്കുന്നുണ്ട് പക്ഷെ അത് അനുസരിക്കാത്ത വ്യക്തി. അപ്പോൾ പറഞ്ഞേ, നമ്മൾ ഇതിൽ ഏത് ഗ്രൂപ്പിൽ വരണം? ഏത് ഗ്രൂപ്പിൽ വരണമെന്ന് മക്കൾ ആഗ്രഹിക്കുന്നത്? എങ്ങനെയായിരിക്കും ആഗ്രഹിക്കുന്നത്? എങ്ങനെയാണ്? പാറമേൽ ഭവനം പണിത മനുഷ്യനെ പോലെയാണോ, മണൽപ്പുറത്ത് ഭവനം പണിത മനുഷ്യനെ പോലെയാണോ നമ്മളെന്ന് എപ്പോഴും നമ്മൾ ചിന്തിച്ച് നോക്കണം. എന്താണ്? ജീവിതത്തിലെ പ്രതികൂല സാഹചര്യങ്ങളിൽ വീണു പോകുന്ന വ്യക്തികൾ, പ്രതികൂല സാഹചര്യങ്ങളിൽ വീണു പോയെന്ന് പറഞ്ഞാൽ ദൈവം എന്നെ നോക്കുന്നില്ല, അല്ലെ സംരക്ഷിക്കുന്നില്ല, അല്ലെങ്കിൽ എൻ്റെ പ്രശ്നങ്ങളൊന്നും ദൈവം കാണുന്നില്ല, എന്നെ ദൈവം ഉപേക്ഷിച്ചു എന്നുള്ള ചിന്തയോടുകൂടി ദൈവവചനത്തിലും ഈശോ പറഞ്ഞ വചനങ്ങളിലും എല്ലാം ദൈവം കാണുന്നുണ്ട് എന്നുള്ള ചിന്താഗതി വിട്ടുപേക്ഷിച്ച് പോകുന്ന വ്യക്തിയാണോ ഞാനെന്ന് ചിന്തിക്കണം. അതുപോലെ തന്നെ മറ്റൊരു കാര്യം കൂടി നമ്മൾ ചിന്തിക്കണം. എന്താണ്? പാറമേൽ ഭവനം പണിത മനുഷ്യനെ പോലെ എൻ്റെ ദൈവം എൻ്റെ കാര്യങ്ങളെല്ലാം നോക്കിക്കോളും, അല്ലെ? ദൈവപരിപാലനയിൽ പൂർണ്ണമായി ആശ്രയിച്ചുകൊണ്ട് എപ്പോഴും നിലനിൽക്കാനായിട്ട് സാധിക്കുന്നുണ്ടോ എനിക്കെന്ന് നമ്മൾ ചിന്തിച്ച് നോക്കണം, അല്ലേ? അപ്പം മക്കൾ എന്താ ആഗ്രഹിക്കുന്നത്? എങ്ങനെയായിരിക്കണം നമ്മൾ? പാറമേൽ ഭവനം പണിത മനുഷ്യനെ പോലെ ദൈവപരിപാലനയിൽ ആശ്രയിച്ചുകൊണ്ട് എപ്പോഴും ഈശോയോട് ചേർന്ന് നിന്നുകൊണ്ട് ജീവിതത്തിലെ പ്രതികൂല സാഹചര്യങ്ങളിലൊന്നും തളർന്നു പോവാതെ കൂടുതൽ വിശ്വാസത്തിൽ ശക്തമായി തീരുവാനുള്ള ഒരു അവസരമായിട്ട് അതിനെ കണ്ടുകൊണ്ട് വിശുദ്ധരായി നിലനിൽക്കാനായിട്ട് സാധിക്കണം. അങ്ങനെയല്ലേ മക്കൾ ആഗ്രഹിക്കുന്നേ? അങ്ങനെ തന്നെ ആയിരിക്കണം കേട്ടോ. അപ്പോൾ ഈശോ പറഞ്ഞ ഈ ഉപമയിലെ പോലെ തന്നെ, ഈ ഉപമയിലെ പാറ പോലെ നമ്മുടെ ജീവിതത്തിൽ തന്നെ ഉറപ്പും ബലവും നൽകുന്ന ഒരു സംഭവമാണ് എന്ത്? ദൈവവചനം എന്ന് പറഞ്ഞാൽ ഈശോയുടെ വചനം. അതായത് ആകാശവും ഭൂമിയും കടന്നു പോയാലും ദൈവത്തിൻ്റെ വചനങ്ങൾ കടന്നു പോകുകയില്ലെന്നാണ് ഈശോ പഠിപ്പിച്ചത്. നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഇതിന് മുൻപുള്ള ക്ലാസ്സുകളിലൊക്കെ ടീച്ചർ പറഞ്ഞായിരുന്നു, അല്ലേ? ദൈവവചനത്തിന് വളരെയേറെ ശക്തിയുണ്ട്. വചനം വായിക്കുന്നത്, വചനം എഴുതുന്നത്, വചനം ഉരുവിട്ട് പ്രാർത്ഥിക്കുന്നത് ഒക്കെ അതിലൂടെ ഒരുപാട് അനുഗ്രഹങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് നമുക്ക് കടന്നു വരും. ഒരുപാട് അനുഗ്രഹങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നേടിയെടുക്കാനായിട്ട് നമുക്ക് അതിലൂടെ സാധിക്കും. അതായത് ദൈവവചനത്തിൽ അധിഷ്ഠിതമായ ഒരു ജീവിതം കെട്ടിപ്പടുക്കുന്ന ഒരു വ്യക്തി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജീവിതത്തിലെ ഏത് പ്രതികൂല സാഹചര്യങ്ങളിലും കരുത്താർജിക്കും. എന്ന് പറഞ്ഞാൽ എന്താണ്? ഏത് പ്രതികൂല സാഹചര്യങ്ങളെയും അതിജീവിക്കാൻ കെൽപ്പുള്ളവനായിരിക്കും എന്നാണ് നമ്മൾ പഠിക്കേണ്ടത്. മനസ്സിലായോ? അപ്പോൾ ദൈവവചനത്തിൽ അധിഷ്ഠിതമായ ജീവിതം നയിക്കുന്ന ഒരു വ്യക്തിക്ക് പ്രതികൂല സാഹചര്യങ്ങളെ അതിജീവിക്കാൻ സാധിക്കുമെന്ന് നമ്മൾ പറയുമ്പോൾ തിരിച്ചറിയേണ്ട കാര്യം എന്താണ്? അവനെപ്പോഴും ദൈവത്തിൽ ആശ്രയം വെക്കുന്നത് കൊണ്ട് തന്നെ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുമ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ ഇതെൻ്റെ ജീവിതത്തിൽ നൽകുന്നത് ദൈവമാണ് എന്നുള്ള തിരിച്ചറിവ് അവനുണ്ടാവും, ഇല്ലേ? അല്ലാത്തവൻ എങ്ങനെയായിരിക്കും ചെയ്യുന്നത്? അല്ലാത്തവൻ എങ്ങനെയാണ് ചെയ്യുക? എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് എൻ്റെ ദൈവം എന്തുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ ഇത് സംഭവിച്ചു എന്ന് പറഞ്ഞ് ദൈവത്തെ കുറ്റപ്പെടുന്ന മനോഭാവത്തോടു കൂടിയായിരിക്കും, അല്ലേ? പക്ഷേ ദൈവത്തിൽ, അതായത് ദൈവവചനത്തിൽ അധിഷ്ഠിതമായ, അതായത് പാറമേൽ ഭവനം പണിത വ്യക്തിയെ പോലെ ദൈവവചനത്തിൽ അധിഷ്ഠിതമായ ജീവിതം നയിക്കുന്ന വ്യക്തിയാണെങ്കിൽ എന്ത് സംഭവിക്കും? എങ്ങനെയായിരിക്കും? ജീവിത പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടാകുമ്പോൾ ഇതെൻ്റെ ദൈവം എന്നെ
എന്താണ് എനിക്കായി നൽകിയതാണ്. ഇതിനെ അതിജീവിക്കാൻ എനിക്ക് സാധിക്കും. ഇത് അതിജീവിച്ച് കഴിയുമ്പോഴേക്കും മറ്റ് നന്മകൾ എൻ്റെ ജീവിതത്തിൽ ഇത് നന്മയാക്കി മാറ്റാൻ എൻ്റെ ദൈവത്തിന് സാധിക്കും. എൻ്റെ ഈശോ എൻ്റെ ഒപ്പമുണ്ട് അല്ലേ? അങ്ങനെയുള്ള ചിന്താഗതികളോടുകൂടി ജീവിത പ്രതിസന്ധികളെ ദൈവത്തിൻ്റെ ദാനമാണെന്ന് തിരിച്ചറിയാൻ നമുക്ക് സാധിക്കും. അല്ലാത്ത വ്യക്തിയെ പോലെ ആവില്ല നമ്മൾ അല്ലേ? എൻ്റെ ദൈവമേ എന്തുകൊണ്ട് എന്നോട് ഇത് ചെയ്തു എന്ന് തിരിഞ്ഞ് ദൈവത്തോട് ചോദിച്ച് ദൈവത്തിൽ നിന്ന് അകന്ന് കുറച്ച് കൂടുതലായിട്ട് ദൈവത്തിൽ നിന്ന് അകന്ന് മാറി നിൽക്കുന്ന ഒരു വ്യക്തിയായി തീരാൻ നമുക്ക് ഒരിക്കലും സാധിക്കത്തില്ല അല്ലേ? അപ്പോൾ നമ്മൾ ഓരോരുത്തരും പാറമേൽ ഭവനം പണിത വ്യക്തിയെ പോലെ ആയിരിക്കണം. അപ്പോൾ ദൈവവചനത്തിൽ അധിഷ്ഠിതമായ ജീവിതം നയിക്കണം, എപ്പോഴും ഈശോയോടൊപ്പമായി തീരണം എന്നൊക്കെ നമ്മൾ പഠിക്കുമ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇങ്ങനെ നമുക്ക് ജീവിക്കണമെങ്കിൽ, അതായത് ദൈവവചനത്തിൽ അധിഷ്ഠിതമായ ജീവിതം നമുക്ക് കെട്ടിപ്പടുക്കണമെങ്കിൽ നമുക്ക് എന്തുണ്ടായിരിക്കണം? അടിസ്ഥാനപരമായിട്ട് നമുക്ക് എന്തുണ്ടായിരിക്കണം? വിശ്വാസം ഉണ്ടായിരിക്കണം. വേണ്ടേ? നമ്മുടെ വിശ്വാസം എപ്പോൾ നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്നോ, അല്ലെങ്കിൽ എപ്പോൾ നമ്മുടെ വിശ്വാസത്തിന് ചെറിയൊരു മങ്ങലേൽക്കുന്നോ, അന്ന് നമ്മൾ ദൈവത്തിൽ നിന്ന് അകന്നു പോയി എന്ന് നമുക്ക് തിരിച്ചറിയാനായിട്ട് സാധിക്കും ഇല്ലേ? നമ്മുടെ വിശ്വാസം എത്ര ശക്തമാണോ അത്രയേറെ വചനത്തോട്, ദൈവവചനത്തോട്, ഈശോയുടെ വാക്കുകളോട് ചേർന്ന് നിന്ന് ആ വാക്കുകൾ സ്വന്തം ജീവിതത്തിൽ പകർത്തി ജീവിക്കാനായിട്ട് നമുക്ക് സാധിക്കും. വിശ്വാസം നമ്മുടെ ജീവിതത്തിൽ നിന്ന് എന്ന് നഷ്ടപ്പെട്ടു പോകുന്നു, അല്ലെങ്കിൽ വിശ്വാസത്തിന് എന്ന് മങ്ങലേൽക്കുന്നോ, അന്ന് നമ്മൾ ദൈവത്തിനെ എതിർത്ത് നിൽക്കാനും ദൈവത്തെ മനസ്സുകൊണ്ട് ചോദ്യം ചെയ്യുന്നവരുമായിട്ട് നമ്മൾ മാറും അല്ലേ? മക്കളൊന്ന് കണ്ടു നോക്കിക്കുക. വിശ്വാസത്തിന് കുറവ് സംഭവിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ വീണു പോകും എന്നുള്ളതിന് ഏറ്റവും നല്ലൊരു ഉദാഹരണമാണ് നമ്മൾ കാണാൻ പോകുന്നത്. വീഡിയോ നോക്കിക്കേ. Be of good cheer. It is I. Be not afraid. Lord, if it be thou, bid me come unto thee on the water. Come. Lord, save me. O thou of little faith, wherefore didst thou doubt? Of a truth, thou art the Son of God. കണ്ടോ മക്കൾ വീഡിയോ? എന്താ നമ്മൾ വീഡിയോയിലൂടെ കണ്ടത്? എന്താ കണ്ടത്? നമുക്കറിയാം അല്ലേ, ഈശോ കൈ പിടിക്കുമെന്ന്, അല്ലെങ്കിൽ ഈശോ കൂടെ ഉണ്ടെന്നുള്ള വിശ്വാസത്തോടു കൂടി പത്രോസ് വെള്ളത്തിന് മുകളിലൂടെ വരികയാണ് അല്ലേ? വന്ന സമയത്ത് അവൻ്റെ വിശ്വാസത്തിന് ചെറിയൊരു മങ്ങൽ ഏറ്റു, ചെറിയൊരു സംശയം വന്നു. സംശയം വന്നപ്പോഴേക്കും എന്ത് സംഭവിച്ചു? അവൻ എന്താ സംഭവിച്ചേ? താഴ്ന്നു പോകാൻ ഒരുങ്ങുന്നത് നമ്മൾ കണ്ടത്. വിശ്വാസം പൂർണ്ണമാണെങ്കിൽ എന്ത് സംഭവിക്കും? ജീവിത പ്രതിസന്ധികളിൽ നമ്മൾ വീണു പോവുകയില്ല തീർച്ചയായും. പക്ഷെ വിശ്വാസത്തിന്, നമ്മൾ വീഡിയോയിൽ കണ്ടതുപോലെ, വിശ്വാസത്തിന് ചെറിയൊരു മങ്ങലേൽക്കുന്ന സാഹചര്യം ഉണ്ടായാൽ അപ്പോൾ എന്ത് സംഭവിക്കും? എന്ത് സംഭവിക്കുമായിരിക്കും? നമ്മൾ വീണു പോകും അല്ലേ? നമ്മൾ വീണു പോകും. അതായത് ജീവിത പ്രതിസന്ധികളിൽ, ജീവിതത്തിലെ കൈപ്പേറിയ അനുഭവങ്ങളിൽ, ജീവിതത്തിലെ ദുഃഖങ്ങൾ നൽകുന്ന പല സാഹചര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായേക്കാം അല്ലേ? അങ്ങനെയുള്ള പല സാഹചര്യങ്ങൾ ഉണ്ടാകുമ്പോൾ, സ്വന്തം കുടുംബത്തിലോ സ്വന്തം സമൂഹത്തിലോ നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിലോ അങ്ങനെ എന്തെങ്കിലും ഒരു പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മൾ വീണു പോകും തീർച്ചയായിട്ടും. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്താണ്? എപ്പോഴും നമ്മൾ വിശ്വാസം കുറഞ്ഞു പോകാൻ നമ്മൾ അനുവദിക്കരുത്. വിശ്വാസം പൂർണ്ണമായി കരുത്താർജിച്ച് നമ്മുടെ മനസ്സിൽ, ഉള്ളിൻ്റെ ഉള്ളിൽ, നമ്മുടെ ഹൃദയത്തിൽ നമ്മൾ സൂക്ഷിക്കണം. ആ വിശ്വാസം എന്ന തീനാളം നമ്മുടെ ഉള്ളിൽ നിൽക്കുന്നിടത്തോളം കാലം എന്തൊക്കെ പ്രതിസന്ധി ഘട്ടങ്ങൾ, എന്തൊക്കെ കാറ്റും കോളും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായാലും നമ്മൾ തകർന്നു പോവുകയില്ല. മറ്റെല്ലാ പ്രതിസന്ധി ഘട്ടങ്ങളെയും നമ്മളെ അതിജീവിക്കാനുള്ള ഏറ്റവും ശക്തമായ ആയുധം അതെന്താണ്? വിശ്വാസം. മറന്നു പോകരുത് കേട്ടോ. അപ്പോൾ വിശ്വാസത്തോടു കൂടി നമ്മളായിരിക്കണം. അപ്പോൾ നമ്മൾ ഈശോയുടെ ശിഷ്യരാവാൻ എന്തൊക്കെയാണ് വേണ്ടതെന്നാണ് നമ്മൾ പഠിച്ചത് അല്ലേ? അപ്പോൾ ഈശോയുടെ ശിഷ്യരാവാൻ ഈശോയിൽ വിശ്വാസം ഉണ്ടായിരിക്കണം ടീച്ചർ ഇപ്പോൾ പറഞ്ഞു വന്നു. പക്ഷെ വിശ്വസിച്ചാൽ മാത്രം മതിയോ? ഈശോയുടെ ദൈവഹിതം എന്താണെന്ന് അത് അറിയണം. അത് അറിഞ്ഞ് നമ്മൾ പ്രവർത്തിക്കണം. ദൈവഹിതം എന്താണെന്ന് നമ്മൾ എങ്ങനെയാണ് അറിയുന്നത്? ദൈവഹിതം എന്താണെന്ന് നമുക്ക് ഇന്ന് വെളിവാക്കി കിട്ടുന്നത് ദൈവവചനത്തിലൂടെയാണ്. നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? ദൈവഹിതം, ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് എന്താണ്, ദൈവം നമ്മളോട് പറയുന്നത് എന്താണെന്ന് നമുക്ക് ഇന്ന് വെളിവായി കിട്ടാനുള്ള ഏറ്റവും എളുപ്പ മാർഗം എന്താണ്?
ദൈവവചനമാണ് അല്ലേ? അപ്പോൾ ദൈവഹിതം എന്താണെന്ന് പ്രാർത്ഥനയിലൂടെയും വ്യക്തിപരമായ പ്രാർത്ഥനയിലൂടെയും അല്ലാതെ ദൈവവചനത്തിലൂടെയും നമ്മൾ തിരിച്ചറിയണം. ആ ദൈവഹിതം എന്താണോ അതനുസരിച്ച് വേണം നമ്മൾ പ്രാർത്ഥിക്കാനും നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കാനും. അതായത് നമ്മുടെ ജീവിതത്തിൽ ഒരു കാര്യങ്ങൾ ഒരു ആവശ്യങ്ങൾ വരുന്ന സമയത്ത് നമ്മൾ പ്രാർത്ഥിക്കും. നമ്മളെല്ലാവരും പ്രാർത്ഥിക്കുന്നത് എൻ്റെ ദൈവമേ എനിക്കിത് നടത്തി തരണേ, എനിക്ക് പരീക്ഷയ്ക്ക് ഇത്ര മാർക്ക് കിട്ടണേ, എൻ്റെ വീട്ടിൽ ഇങ്ങനെ പ്രശ്നമുണ്ട് അത് മാറ്റി തരണേ. നമ്മൾ പ്രാർത്ഥിക്കും ഇല്ലേ? നമ്മളെല്ലാവരും പ്രാർത്ഥിക്കും, ഒരുപാട് പ്രാർത്ഥിക്കുന്നവരാണ് നമ്മൾ. പക്ഷെ അങ്ങനെ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഒരു കാര്യം നമ്മുടെ മനസ്സിലുണ്ടായിരിക്കണം. ദൈവഹിതം എന്താണോ അത് നിറവേറട്ടെ എന്ന് കൂടി പ്രാർത്ഥിക്കാൻ നമുക്ക് സാധിക്കണം. ദൈവത്തിൻ്റെ ഹിതം എന്താണോ അത് എൻ്റെ ജീവിതത്തിൽ നടക്കട്ടെ എന്ന് വിശ്വസിക്കാൻ നമ്മൾ തയ്യാറാവണം. വേണ്ടേ? അങ്ങനെയാണെങ്കിൽ മാത്രമേ പൂർണ്ണമായിട്ട് എന്ത് നമുക്ക് സാധിക്കുള്ളൂ? ഈശോയുടെ ശിഷ്യരായിട്ട് തീരാൻ സാധിക്കുള്ളൂ. വിശ്വാസത്തിൻ്റെ അടിസ്ഥാനം ഉണ്ടായിരിക്കണം. വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ദൈവഹിതം എന്താണെന്ന് തിരിച്ചറിയാനും അതനുസരിച്ച് സ്വന്തം ജീവിതത്തെ ക്രമീകരിക്കാനും കൂടി നമുക്ക് ഓരോരുത്തർക്കും സാധിക്കണം. എന്നാൽ മാത്രമേ ശരിയായ രീതിയിൽ ക്രിസ്തു ശിഷ്യരാണ് നമ്മളെന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കുള്ളൂ. ഈ ക്ലാസ്സിൽ ഈ പാഠത്തിൽ നമ്മളൊരു വചനഭാഗം ഇപ്പോൾ ഈ ക്ലാസ്സിൽ പഠിക്കുകയാണ്. മത്തായി 7:21. എന്താ നമ്മൾ പഠിച്ചത്? എൻ്റെ സ്വർഗസ്ഥനായ പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുന്നവനാണ് സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുക. അതായത് കർത്താവേ കർത്താവേ എന്ന് വിളിച്ച് അപേക്ഷിച്ചത് കൊണ്ട് മാത്രം കാര്യമില്ല. പിന്നെയോ എന്ത് വേണം? സ്വർഗസ്ഥനായ പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റാനും കൂടി നമുക്ക് ഓരോരുത്തർക്കും സാധിക്കണം അല്ലേ? എൻ്റെ സ്വർഗസ്ഥനായ പിതാവ് എന്നിൽ നിന്ന് ആഗ്രഹിക്കുന്നത് എന്താണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ആ ഇഷ്ടത്തിനനുസരിച്ച് സ്വന്തം ജീവിതത്തെ ക്രമീകരിക്കാൻ നമുക്ക് ഓരോരുത്തർക്ക് സാധിക്കണം. എന്നാൽ മാത്രമേ നമുക്ക് എന്ത് സാധിക്കുള്ളൂ? സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കാനായിട്ട് സാധിക്കുള്ളൂ. അപ്പോൾ നമ്മൾ 15 പാഠങ്ങൾ നമ്മൾ പഠിച്ചു കഴിയാണ് ഇല്ലേ? 15 പാഠങ്ങൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇപ്പോൾ നമ്മൾ ഇത്രയും പാഠങ്ങളൊക്കെ പഠിച്ചു കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യം എന്താണ്? ദൈവപ്രമാണങ്ങളെക്കുറിച്ചും ഈശോ നമ്മളോട് പറഞ്ഞു തരുന്ന വചനത്തിലൂടെ പറഞ്ഞു തരുന്ന കാര്യങ്ങളെക്കുറിച്ചും ഒക്കെ മക്കൾ പഠിച്ചു ഇല്ലേ? അപ്പോൾ ഇത് നമ്മൾ പഠിച്ചു കഴിയുമ്പോൾ നമ്മൾ എപ്പോഴും പഠിക്കേണ്ട കാര്യം എന്താണ്? മനസ്സിൽ ചിന്തിക്കേണ്ട കാര്യം ഇതാണ്. എപ്പോഴും വചനം പഠിച്ചു കഴിഞ്ഞു പരീക്ഷയ്ക്ക് മാർക്ക് കിട്ടി, ശരി തന്നെ, പരീക്ഷയ്ക്ക് മാർക്ക് കിട്ടി, നിങ്ങൾ 8ാം ക്ലാസ്സിലേക്ക് പ്രവേശിക്കുന്നു. അതല്ല ജീവിതത്തിൻ്റെ അടിസ്ഥാനം എന്ന് പറഞ്ഞാൽ. പഠിച്ചു കഴിഞ്ഞ കാര്യങ്ങൾ എൻ്റെ ജീവിതത്തിൽ ഒരു കുഞ്ഞു തരിയോളമെങ്കിലും മാറ്റം വരുത്താനായി എനിക്ക് സാധിക്കുന്നുണ്ടോ എന്ന് ചിന്തിക്കണം. തീർച്ചയായും ചിന്തിക്കണം. പഠിച്ചു കഴിഞ്ഞ കാര്യങ്ങൾ, ഞാൻ തിരിച്ചറിഞ്ഞ കാര്യങ്ങൾ കൊണ്ട് എൻ്റെ ജീവിതത്തിൽ വിശ്വാസത്തിൽ അല്പം വളരാനോ അല്ലെങ്കിൽ ഈശോയോട് അല്പം ചേർന്ന് നിൽക്കാനോ മറ്റെന്തെങ്കിലും ത്യാഗമനോഭാവത്തോടുകൂടി ജീവിക്കാനോ എൻ്റെ മുന്നിൽ വരുന്ന എന്നെ ഉപദ്രവിക്കുന്നവരെ തിരിച്ച് ഉപദ്രവിക്കാതെ സ്നേഹിക്കാനോ എൻ്റെ മറ്റെല്ലാ ജീവിത സാഹചര്യങ്ങളിലും ദൈവഹിതത്തിന് പൂർണ്ണമായി നമ്മളെ തന്നെ വിട്ടുകൊടുക്കാനോ ഒക്കെ നമുക്ക് സാധിക്കുന്നുണ്ടോ നമ്മൾ ചിന്തിക്കണം. അങ്ങനെ സാധിക്കുന്ന ഒരു സാഹചര്യം നമ്മുടെ ഉള്ളിൽ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് സാധിക്കുള്ളൂ? പൂർണ്ണമായിട്ട് നമ്മൾ പാഠഭാഗം പഠിച്ചു കഴിഞ്ഞു എന്ന് പറയുമ്പോൾ നമുക്ക് പൂർണ്ണമായിട്ട് അതിൽ ആശ്രയിച്ച് നിൽക്കാനായിട്ട് നമുക്ക് സാധിക്കത്തുള്ളൂ അല്ലേ? അപ്പോൾ അതുകൊണ്ട് എപ്പോഴും അത് ചിന്തിക്കണം. ആ ചിന്തയോടുകൂടി ആയിരിക്കണം എപ്പോഴും. ഞാൻ പഠിച്ചു കഴിഞ്ഞ വചനഭാഗങ്ങൾ അല്ലെങ്കിൽ പഠിച്ചു കഴിഞ്ഞ പാഠഭാഗങ്ങൾ എൻ്റെ ജീവിതത്തിൽ മാറ്റം വരുത്താൻ ഉപകരിക്കുന്നവയാണോ? ആ ചിന്ത എപ്പോഴും മനസ്സിലുണ്ടായിരിക്കണം. അതിപ്പോൾ ഈ ക്ലാസ്സിൽ പഠിച്ചു കഴിഞ്ഞു പാഠഭാഗങ്ങൾ പഠിക്കുമ്പോൾ മാത്രമല്ല, എല്ലായ്പ്പോഴും ദൈവവചനം എപ്പോൾ പഠിക്കുന്നുണ്ടോ അപ്പോഴെല്ലാം എന്തെങ്കിലും നമ്മൾ പള്ളിയിലൊക്കെ പോകുമ്പോൾ പ്രസംഗമൊക്കെ പറയുന്ന സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും അച്ഛന്മാരൊക്കെ പ്രസംഗം പറയുമ്പോൾ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ക്ലാസ്സുകളൊക്കെ അധ്യാപകരൊക്കെ നൽകുന്ന സമയത്തൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും വർത്താനമൊക്കെ പറഞ്ഞ് വേറെ എന്തെങ്കിലും വീട്ടിലെ കാര്യമൊന്നും ആലോചിച്ചിരിക്കാതെ എന്നാ ചെയ്യണം? നമ്മൾ പഠിക്കുന്ന വചനഭാഗങ്ങൾ, ആ വചനഭാഗങ്ങൾ അല്ലെങ്കിൽ അവർ പറഞ്ഞു തരുന്ന വചനഭാഗങ്ങൾ ശ്രദ്ധിച്ച് കേട്ട് അതുകൊണ്ട് അല്ലെങ്കിൽ അത് കേട്ടത് കൊണ്ട് എൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു ചെറിയ മാറ്റം വരുത്താൻ എനിക്ക് സാധിക്കുന്നുണ്ടോ? അങ്ങനെ പൂർണ്ണമായി ചിന്തിച്ചുകൊണ്ട് എപ്പോഴും അങ്ങനെ ആയിരിക്കാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും പരിശ്രമിക്കാം. അപ്പോൾ മക്കളെല്ലാവരും മിടുക്കരായിട്ടിരിക്കുക, എപ്പോഴും സന്തോഷമായിട്ടിരിക്കുക. ഈ പാഠഭാഗത്തിലെ ചോദ്യത്തിൻ്റെ ഉത്തരങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ എഴുതി വെക്കുക. എഴുതി വെച്ചാൽ മാത്രം പോരാ, അത് ടീച്ചറിന് അയച്ചു കൊടുക്കണം. പിന്നെ എന്താണ്? നന്നായിട്ട് പഠിക്കുകയും വേണം. പരീക്ഷയ്ക്കൊക്കെ ഒരുങ്ങണം. നന്നായിട്ട് ആദ്യം മുതൽ പഠിച്ച പാഠഭാഗങ്ങൾ, 1ാമത്തെ പാഠം മുതൽ പഠിച്ച പാഠഭാഗങ്ങളെല്ലാം നന്നായിട്ട് എപ്പോഴും വായിച്ചൊക്കെ നോക്കണം. എപ്പോഴും ഈശോയ്ക്ക് ഇഷ്ടമുള്ള മക്കളായിട്ട് ജീവിക്കാനായിട്ട് മക്കൾക്ക് ഓരോരുത്തർക്ക് സാധിക്കണം. നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാവരും എഴുന്നേറ്റ് നിന്നേ. കർത്താവായ ഈശോയെ, അങ്ങയുടെ വചനത്തിലൂടെ രക്ഷയുടെ മാർഗം ഞങ്ങളെ പഠിപ്പിച്ചു തന്ന വലിയ കൃപയോർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ഈശോയെ, അങ്ങയുടെ വചനത്തിലൂടെ പഠിച്ചു കഴിഞ്ഞ കാര്യങ്ങളെല്ലാം ഓരോ നിമിഷങ്ങളിലും ഞങ്ങളുടെ ജീവിതത്തിൽ പകർത്തി നല്ല മക്കളായി തീരാനും മറ്റുള്ളവർക്ക് മാതൃകയായി തീരുവാനും വിശുദ്ധിയോടുകൂടി ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനും ഞങ്ങളെ ഓരോരുത്തരെയും സഹായിക്കണമേ. പരിശുദ്ധ അമ്മേ, സകല വിശുദ്ധരെ ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം അപേക്ഷിക്കണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവേശ്വര എന്നേക്കും ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.